America is sambar cake. This is vendaka. This English speaking in lady's finger. You know that? അങ്ങനെ I പറയാം. don't know. Yes. ഇംഗ്ലീഷുകാർ ഇതിനെ എന്തിനാണ് ഇംഗ്ലീഷിൽ പറയുക? അമേരിക്ക. ഇത് പുഴു കയറിയ താമസക്കാരുള്ള കത്തിരിക്ക. നമ്മളെ തമ്മിൽ പറ്റിച്ചു. This is ka. പാച്ചക്ക. Banana. Pachaka, green ka. ഇത് വെച്ച് നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? ഒരു അമേരിക്കൻ സ്റ്റൈൽ സാമ്പാർ. ഇത് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യണം എൻ്റെ നവ്യ തോമസിന് വേണ്ടി മാത്രമാണ്. നവ്യ തോമസിന്റെ കീബോർഡ് വർക്ക് ചെയ്യാത്ത നവ്യ തോമസിന് വേണ്ടി മാത്രം. ഇംഗ്ലീഷിൽ ആ വെള്ളരിക്ക ആ സാധനത്തിന് എന്തെന്ന് പറയും? കുക്കുംബർ. സാമ്പാർ കുക്കുംബർ. ഇത് വേറെ 70 രൂപയ്ക്ക് കിട്ടിയ മലക്കറിയാണ്. 70 രൂപ. ദിസ് ഈസ് ചേമ്പു. ചേമ്പിന് എന്തോന്ന് ഇംഗ്ലീഷിൽ പറയും? ഒരു പുഴുകേര അത്രേ ഉള്ളൂ. ചേമ്പു. പൊട്ടാറ്റോ. അമേരിക്ക ഈസ് പൊട്ടാറ്റോ. ഉരുളക്കിഴങ്ങ്. എൻ്റെ അമ്മയുടെ ഇത് ഉരുളക്കിഴങ്ങാണ് മോളെ. ഞാൻ സാമ്പാർ വയ്ക്കുന്നു ഗൈസ്. പക്ഷെ സാമ്പാറാണോ അത് ലാസ്റ്റ് ചിക്കൻ സാമ്പാറാവോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. ജയസൂര്യ ഏതോ സിനിമയിൽ ചിക്കൻ സാമ്പാർ ട്രൈ ചെയ്യണമെന്ന് പറയുന്നു. അതുപോലെ മിക്കവാറും ഞാൻ ഇതിനകത്ത് മുട്ടയൊക്കെ ചേർത്തൊരു സാമ്പാർ. മുട്ട സാമ്പാർ. മുട്ട സാമ്പാർ. പിന്നെ നമ്മൾ വെക്കുന്ന രീതി നിങ്ങൾ വെക്കുന്ന രീതി രണ്ടാണ്. ഇത് നമ്മൾ തിരുവനന്തപുരംകാരുടെ പ്രത്യേക എന്തൊരു സാമ്പാറാണ്? തിരുവനന്തപുരം അങ്ങനെ പറയുന്നത്. ട്രിവാൻഡ്രം സാമ്പാർ. അല്പം കഴിയുമ്പോൾ ട്രിവാൻഡ്രം സാമ്പാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നമുക്ക് കുക്കിംഗ് വീഡിയോയ്ക്ക് കാണാം. കൈ മുറിയാതെ നോക്കുക. കൈ മുറിഞ്ഞ് അതും കൂടെ ഇതിനകത്ത് ചേർക്കാം. പിന്നെ വേണമെങ്കിൽ കുറച്ച് ഉപ്പിന് വേണ്ടി ഇങ്ങനെയൊക്കെ ജലദോഷം. നോട്ട് ഓൺലി ബട്ട് ആൾസോ. എൻ്റെ അടുത്ത് കൊച്ചുങ്ങളെ കുറച്ച് ഇംഗ്ലീഷ് പഠിക്കാൻ വിടാന്നൊക്കെ പറഞ്ഞു വെച്ചിരിക്കുക. ട്യൂഷന് ആൾക്കാർ വരാന്ന് പറഞ്ഞു. സത്യം ഇവളെ ഇംഗ്ലീഷ് യൂട്യൂബിൽ കണ്ടു. ലെക്ചറർ കയറി മണ്ടേ കുരുങ്ങി. 250. ഓക്കെ. അപ്പം നമുക്ക് ആ പഠിത്ത സാമ്പാർ ഉണ്ടാക്കുന്നത് അടുത്തതിൽ വരട്ടെ.